വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ PMT എന്ന ഫംഗ്ഷനാണ്. ഓക്കെ, ഇത് മെയിനായിട്ട് നിങ്ങൾക്കിപ്പോൾ അറിയുന്നുണ്ടാവും. EMI എന്ന് പറയുന്നത് എന്തായിരുന്നു? EMI എന്ന് പറയുന്നത് ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അതായത് നമ്മൾ ഓരോ മാസവും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും ഇവിടെ EMI അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി ഫ്ലിപ്കാർട്ട് പോലെയുള്ള ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും EMI അവൈലബിൾ ആണ്. കാരണം ഇത്തരത്തിൽ നമുക്കൊരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസസോ നമുക്ക് EMI യൂസ് ചെയ്തുകൊണ്ട് വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇറ്റ് കാൽക്കുലേറ്റ്സ് പീരിയോഡിക് പേയ്മെൻറ്റ് ഫോർ എ ലോൺ ബേസ്ഡ് ഓൺ കോൺസ്റ്റൻറ്റ് പേയ്മെൻറ്റ്സ് ആൻഡ് എ കോൺസ്റ്റൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ നമുക്ക് അത് തന്നെയാണ് ഇവിടെ PMT എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതും. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് അടക്കണം. ആ അടയ്ക്കുന്നത് ഒരു ചെറിയ എമൗണ്ട് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് വരെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇൻട്രസ്റ്റിൽ നമ്മൾ അടക്കുന്നു. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ ഇവിടെ PMT കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സിൻടാക്സ് ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. PMT റേറ്റ്, NPER, PE, PV, FE ആൻഡ് ടൈപ്പ്. അപ്പോൾ ഇവിടെ ഓരോന്നും നമുക്ക് എന്താണെന്ന് പറയാം. ഫസ്റ്റ് റേറ്റ് ആണ്. റേറ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ്. അതുപോലെ NPER എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരീഡ്സ് ഇൻ എൻ ആനുവിറ്റി. ദെൻ PV മീൻസ് പ്രസൻറ്റ് വാല്യൂ. ഇറ്റ് ഈസ് എ ടൈം total amount that a series of future payments is worth now. And FV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ ഓർ എ ക്യാഷ് ബാലൻസ് വി വോണ്ട് ടു അറ്റൈൻ after the last payment is made. If FE is omitted, it is assumed to be 0. Then type. It is the number 0 or 1 indicates when payments are due. And here we set 0 for type if payments are due at the end of the period, and we will set it as 1 if it is due at the beginning of the period. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് പ്രിൻസിപ്പൾ അതുപോലെ തന്നെ ഇൻട്രസ്റ്റും മാത്രമാണ്. ദർ ഇസ് നോ നീഡ് ടു ഇൻക്ലൂഡ് എനി ടാക്സസ് ഓർ റിസർവ് പേയ്മെൻറ്റ്സ് ഓർ ഫീസ് സംടൈംസ് അസോസിയേറ്റഡ് വിത്ത് ദീസ് annuities. So we should make sure that we are consistent about the units we use for specifying rate and NPER. And if we make monthly payments on a 4-year loan at 12% annual interest, then we have to use 12% divided by 12 for rate and 4 into 12 for NPER. അതായത് നമ്മളിപ്പോൾ 4-year ലോണാണ് യൂസ് ചെയ്യുന്നത്. അത് ആനുവൽ ഇൻട്രസ്റ്റ് 12 ആണെങ്കിൽ നമ്മൾ മന്ത്ലി ആണ് അടക്കുന്നത്. ഇപ്പോൾ ഒരു മന്ത് എന്ന് പറയുമ്പോൾ എത്രയാണ്? 12. ഒരു ഇയർ എന്ന് പറയുമ്പോൾ 12 months ആണ് അല്ലേ? ഇപ്പോൾ ഇവിടെ ആനുവൽ ആണ് 12% എന്ന് പറയുമ്പോൾ ഓരോ മന്ത്ലിയും വരുമ്പോൾ അത് 1% മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടി വരുന്നത്? 12% ഡിവൈഡഡ് ബൈ 12 എന്ന് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ അത് 4 years ആണ്. അപ്പോൾ 4 into 12. ഓക്കെ, കാരണം ഓരോ 4 വർഷത്തിൽ എന്ന് പറയുമ്പോൾ അത് 12 മാസവും നമ്മൾ ഓരോ മാസവും നമ്മൾ അടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ 4 മാസം ഈ 4 വർഷം 12 മാസത്തെയും കൂടിയാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ടാണ് 4 into 12 എന്ന് പറയുന്നത്. ഇനി ഇത് മന്ത്ലി പേയ്മെൻ്റ് അല്ല, നമ്മൾ ആനുവൽ പേയ്മെൻ്റ് ആണ് എങ്കിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ 12 കൊണ്ട് റേറ്റിനെ ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ NPERനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. കാരണം ആ 4 വർഷം എന്ന് പറയുമ്പോൾ ആ 4 വർഷം ഓരോ പ്രാവശ്യം മാത്രമല്ലേ നമ്മൾ അടക്കേണ്ടുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ഓർത്തു വെക്കേണ്ട കാര്യം. ദെൻ ടു ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ഓവർ ദ ഡ്യൂറേഷൻ ഓഫ് ദ annuity, multiply the return PMT value by NPER. Then here we have an example for finding this PMT. So first example, calculate the monthly payment on a loan of rupees 10,000 at an annual interest rate of 8% that we want to repay in 10 months. അതായത് ഇവിടെ 10,000 ആണ് ഇതിലെ ലോൺ എന്ന് പറയുന്നത്. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 8% ആണ്. എന്നിട്ട് ഇത് എത്ര മന്ത്സിലൂടെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്? 10 monthsലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ PMT എന്ന് പറയുമ്പോൾ 8% ആണ്. അപ്പോൾ 8% ഡിവൈഡഡ് ബൈ 12, കാരണം ആനുവലി ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് 8%. അപ്പോൾ അത് 12 months എന്ന് പറയുമ്പോൾ ആ ഓരോ മന്ത്സിലേക്ക് എന്ന് പറയുമ്പോൾ 8% ഡിവൈഡഡ് ബൈ 12 എടുക്കണം.
അതുപോലെ 10 മന്ത്സിലാണ് ചെയ്യുന്നത്. ദെൻ -10,000 ആണ്. കാരണം ഇവിടെ നമ്മൾ 10,000 കൊടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ മൈനസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത് ഇക്വേഷൻ്റെ. അപ്പോൾ ഇത് നമുക്ക് റൗണ്ട് ചെയ്തെടുത്തിരിക്കുന്ന വാല്യൂ ആണിത്. ഓക്കെ, ദെൻ വേറൊരു എക്സാമ്പിൾ ഞാനിപ്പോൾ ജസ്റ്റ് റേറ്റ്, ടേം, പ്രൈസ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അവിടെ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് 12% ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മൊബൈലിൻ്റെ പ്രൈസാണ് 5,000. അത് എനിക്ക് 5 ടേമായിട്ട് എനിക്ക് 12% റേറ്റിൽ അടക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ PMT എത്രയായിരിക്കും? ഞാൻ ഓരോ EMI എന്ന് പറയുമ്പോൾ ഞാൻ എത്ര അടക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് അടക്കേണ്ടി വരും എത്ര? 1030 ആയിരിക്കും അടക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈക്വൽ ടു, ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ ഒരു രീതിയിൽ. ഓക്കെ, അതായത് 12, അത് ഞാനിവിടെ സെല്ല് സെലക്ട് ചെയ്തു. ദെൻ ഡിവൈഡഡ് ബൈ 12 എടുത്തു. ദെൻ D, അതായത് 5 ടേംസ്. ദെൻ -5,000 എടുത്തു. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് ഈ ഒരു വാല്യൂ കിട്ടി. ഇനി ഇതെങ്ങനെ റൗണ്ട് ചെയ്യുന്നത്? ഈക്വൽ ടു റൗണ്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുക. റൗണ്ട് ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ ഞാൻ എന്ത് കൊടുക്കണം? ഈ ഒരു വാല്യൂ കൊടുക്കണം. ദെൻ അതിലെനിക്ക് എത്രയാണ് പോയിൻറ്റിന് ശേഷം വരേണ്ടത് എന്നുള്ളത് ഞാൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഇപ്പം 0 ആണ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ എനിക്കത് റൗണ്ട് ചെയ്ത് 1020 കിട്ടും. ഇനി ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 1 ആണെങ്കിലോ, 1 ആണെങ്കിൽ എനിക്ക് 1030.2 എന്നുള്ള രീതിയിൽ കിട്ടും. കാരണം ഡെസിമലിന് ശേഷം എനിക്ക് എത്ര വേണമെന്നുള്ളത്, എത്ര ഡിജിറ്റ്സ് വേണമെന്നുള്ളതാണ് ഞാനിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. അടുത്തൊരു എക്സാമ്പിൾ ഇതാണ്. സപ്പോസ് വി വോണ്ട് ടു സേവ് ₹50,000 ഇൻ 18 years by saving a constant amount each month. If we assume we will be able to earn 6% interest on our savings, determine how much to save each month. അപ്പോൾ ഇവിടെ എനിക്ക് 15,000 സേവ് ചെയ്യണം. അത് എനിക്ക് ഓരോ മന്തും ഒരു കോൺസ്റ്റൻറ്റ് എമൗണ്ട് ആണ് സേവ് ചെയ്യേണ്ടത്. അങ്ങനെ 18 years വേണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് 6% ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുമെന്നുള്ളൊരു അസംഷനിലാണ് ഞാൻ ഈ സേവിങ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എത്ര ഡിറ്റർമൈൻ ഹൗ മച്ച് ടു സേവ് ഈച്ച് മന്ത്, ഓരോ മാസം എത്ര സേവ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതിൽ PMT എന്ന് പറയുമ്പോൾ 6% ആണ്. അപ്പോൾ 6% ഡിവൈഡഡ് ബൈ 12, ദെൻ 18 years ആണ് അല്ലേ. 18 years എന്ന് പറയുമ്പോൾ 18 ഇൻറ്റു ഓരോ മാസവും, അപ്പോൾ 18 ഇൻറ്റു 12. പിന്നെ ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. ദെൻ -15,000. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫ്യൂച്ചർ വാല്യൂ കിട്ടണമെന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്താ 129.0812. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഇത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയും നമുക്ക് ഏത് യൂസ് ചെയ്യാം? PMT യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ മെയിനായിട്ട് ഇത്തരത്തിലുള്ള കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണിത് PMT എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.